രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് സൂചന നൽകി പ്രധാനമന്ത്രി. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം, വർക്ക് ഫ്രം ഹോമിലേക്ക് മാറണമെന്നും നരേന്ദ്രമോദി. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ മാറ്റിവെക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പരാജയം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഫെമിന ചേരുകയാണ്. ഫെമിന, ഈ പ്രതിസന്ധി ഫെബ്രുവരി 28-ന് ആരംഭിച്ചതാണ്. ഈ ദിവസങ്ങൾ മാസങ്ങൾ പിന്നിടുമ്പോൾ യാതൊരു കാര്യങ്ങളും, അതായത് മറ്റ് മാർഗങ്ങൾ ആലോചിക്കാതെ മൗനം പാലിച്ച നരേന്ദ്രമോദിയാണ് ഇപ്പോൾ വലിയ തരത്തിൽ ജനങ്ങൾ ആ ബുദ്ധിമുട്ട് സഹിക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ആ കേന്ദ്ര സർക്കാരിന്റെ പരാജയം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് പിന്നീട് മോദിയുടെ പ്രഖ്യാപനങ്ങൾ, ആഹ്വാനങ്ങൾ? പശ്ചിമേഷ്യയിൽ യുദ്ധം പ്രഖ്യാപിച്ചതു മുതൽ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നു. രാജ്യത്തും ഇന്ധന പ്രതിസന്ധിയൊക്കെ രൂക്ഷമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ല, ഇന്ധനക്ഷാമമില്ല എന്നൊക്കെ ആവർത്തിക്കുകയായിരുന്നു കേന്ദ്രം. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഫലപ്രഖ്യാപനം വന്ന് മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിനൊക്കെ ശേഷം ഇപ്പോൾ കേന്ദ്രം പറയുന്നത് രാജ്യത്ത് ഇത്തരത്തിൽ പ്രതിസന്ധിയുണ്ട്, അപ്പോൾ അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറായിരിക്കണം. കോവിഡിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കടക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ നൽകിയിരിക്കുന്നത്. ഇന്നലെ ഹൈദരാബാദിൽ ഒരു പ്രചരണ ചടങ്ങിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിയത്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രധാനമന്ത്രി 7 നിർദ്ദേശങ്ങളാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് പൊതുവാഹന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, മെട്രോയും അതുപോലെ തന്നെ ബസ് സർവീസുകളും ഉപയോഗപ്പെടുത്തുക, പരമാവധി ഇന്ധന ഉപയോഗം കുറയ്ക്കുക, പ്രത്യേകിച്ച് പാചകവാതക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഒരു വർഷത്തേക്ക് സ്വർണം മേടിക്കുന്നത് കുറയ്ക്കുക, അതുപോലെ തന്നെ വിദേശയാത്രകൾ ഒഴിവാക്കുക, ഒരു വർഷത്തേക്ക് വിദേശയാത്രകൾ ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്നാൽ എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കാതെ ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് ഈ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ. ജീവിതശൈലി, ജനങ്ങൾ അവരുടെ ജീവിതശൈലി മാറ്റണമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു വർഷത്തേക്ക് വിദേശയാത്ര നടത്താൻ പാടില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നിരന്തരമായി വിദേശയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിരോധാഭാസം. അതുപോലെ തന്നെ പൊതുവാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി പറയുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലൊക്കെ ചെയ്തതുപോലെ വർക്ക് ഫ്രം ഹോമിനാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഇന്ന് യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്ധനം ലാഭിക്കുക എന്നതാണ് പ്രധാനമന്ത്രി ഈ വർക്ക് ഫ്രം ഹോമിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വഡോദരയിൽ പ്രധാനമന്ത്രി നടത്തിയ വാഹന റാലിയിൽ 50ഓളം വാഹനങ്ങളാണ് അകമ്പടിയായി പോയത്. രാജ്യം ഇത്രയും വലിയ ഇന്ധന പ്രതിസന്ധി നേരിടുമ്പോൾ പ്രധാനമന്ത്രി ജനങ്ങളുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കുകയും, എന്നാൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇത്തരം പ്രതിസന്ധിയെ എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായിട്ടുള്ള വിശകലനങ്ങളോ ചർച്ചകളോ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതശൈലി മാറ്റണമെന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷേ രാജ്യത്ത് വളരെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ധനക്ഷാമം എന്ന് പറയുന്നത് രൂക്ഷമാണ്. കേന്ദ്രം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെല്ലാം ആവർത്തിച്ചിരുന്നത് രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ധനക്ഷാമമുണ്ട്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില വർദ്ധിച്ചേക്കാം, കോവിഡ് സമാനമായിട്ടുള്ള ഒരു ലോക്ക്ഡൗണിലേക്ക് രാജ്യം കടന്നേക്കാം എന്നതിൻ്റെ സൂചനകളാണ് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.